അപ്പോൾ FA കപ്പ് ഫൈനലിലേക്ക് ചെൽസി വേഴ്സസ് മാൻ സിറ്റി ആയിരിക്കും. അതെ, മെയ് 16 ഫൈനൽ. അതെ, ലീഡ്സിനെ തോപ്പിച്ചാണ് ചെൽസി വന്നിരിക്കുന്നത്. ഇതൊരു ഇമ്പോർട്ടന്റ് മാച്ചാണ്, കാരണം ഇതുവരെ കപ്പൊന്നും ഇല്ല ചെൽസിക്ക്. അതെ, അത് മാനേജറൊന്നും പ്രോപ്പർ ആയിട്ടില്ലാത്തൊരു സിറ്റുവേഷൻ ആണ്. പിന്നെ നമ്മൾ പറയാനുള്ള UCL-നെ കുറിച്ചാണ്. അതെ, UCL PSG വേഴ്സസ് ബാൻ 29 12:30. അതെ, സോ ബാൻ എന്ന് പറഞ്ഞാല് മാഡ്രിഡിനെ തോപ്പിച്ചാണ് വന്നത്. പിന്നെ വേറൊരു മാച്ച് കൂടിയുണ്ട്, അത്ലറ്റിക്കോ മാഡ്രിഡ് വേഴ്സസ് ആർസണൽ മാച്ച്. അത്ലറ്റിക്കോ മാഡ്രിഡ് ബാഴ്സലോണയെ തോപ്പിച്ചാണ് വന്നിരിക്കുന്നത്. അതെ, സോ രണ്ടുപേർക്കും ഈ വട്ടം കപ്പില്ല. പക്ഷെ ഞങ്ങൾക്ക് കപ്പുണ്ട്, ലാ ലീഗ. നിങ്ങൾക്ക് ഒരു കപ്പില്ല. തീരുമാനമായിട്ടില്ലല്ലോ. 11 പോയിന്റ് ഇപ്പോൾ മുന്നിലാണ് ഞങ്ങൾ. 5 മാച്ചും കൂടി ഇല്ലേ, കഴിഞ്ഞിട്ട് സംസാരിക്കാം ഏതായാലും. സോ ഓക്കെ, പിന്നെ നമുക്ക് പറയാനുള്ളത് PSG വേഴ്സസ് ബാനെ കുറിച്ചാണ്. ഫസ്റ്റ് മാച്ച് അത് ആര് ജയിക്കാനാണ് സാധ്യത കുറിച്ചന്റെ അഭിപ്രായത്തിൽ? എന്റെ ഒരു സാധ്യത പറയട്ടെ, PSG ജയിക്കട്ടെ ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ കഴിഞ്ഞ ബാൻ്റെ ബുണ്ടസ് ലീഗിലെ മാച്ച് കണ്ടു കഴിഞ്ഞാൽ ആദ്യം 3 ഗോൾ വാങ്ങിയിട്ട് പിന്നെ 4 ഗോൾ ബാൻ അടിച്ചു. സോ ബാൻ അത്ര ചില്ലറ ടീമല്ല. പിന്നെ കെയിനൊരു ചാമ്പ്യൻസ് ലീഗ് വേണം. അതെ, വേണം. പിന്നെ എല്ലാവരും നല്ല ടോപ്പ് നോച്ച് പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. ബാനുള്ള PSG-നെ കുറച്ച് കാണാൻ പറ്റിയില്ല, കാരണം ലീഗ് 1-ൽ ഒന്നാമത് മുട്ടൻ അറ്റാക്ക് ആയിരിക്കും രണ്ടുപേരും. സോ ഭയങ്കര ടോപ്പ് മാച്ച്, ഒരു ഗോൾ മഴ തന്നെ വീഴാൻ ചാൻസുള്ള മാച്ചാണ്. PSG ജയിക്കുന്നു ഞാൻ വിചാരിക്കുന്നു, ഞാൻ ആഗ്രഹിക്കുന്നു. അതെ, എന്റെ ഒരു രീതിയിലും PSG-നെ സപ്പോർട്ട് ചെയ്യാണ്, കാരണം ഞങ്ങള് രണ്ടുപേരും അറിയാലോ. ഓക്കെ, പിന്നെ അത്ലറ്റിക്കോ മാഡ്രിഡ് വേഴ്സസ് ആർസണൽ മാച്ച്, അതിലാര് ജയിക്കുന്നതാണ് നിൽക്കുന്നത്? ഒരു ഗോൾ രഹിത മാച്ച് ആയിരിക്കും. ഞങ്ങള് അത്ലറ്റിക്കോ തോറ്റിപ്പിച്ചു. എന്റെ ഒരു രീതിയിൽ രണ്ടുപേരും ഡിഫൻസിലേക്ക് ഇങ്ങനെ തൊട്ട് കളിക്കും, ഇങ്ങനെ മറ്റേ വാളിട്ട് വെക്കും, എന്നിട്ട് രണ്ടുപേരും മറ്റേ നടുക്കിടന്ന് തട്ടി കളിക്കും. അതാണ് നടക്കാൻ പോകുന്നത്. പക്ഷെ അവസാനം അത്ലറ്റിക്കോ എങ്ങനെ ജയിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം സിമിയോണിക്ക് ഈ വട്ടം ചാമ്പ്യൻസ് ലീഗ് എന്നുള്ള പദ്ധതി നടക്കുന്നുണ്ട്. അതെ, ഏകദേശം UCL അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ്. സോ ഫൈനൽ മിക്കവാറും എനിക്ക് തോന്നുന്നത് ഒരു എന്റെ ഒരു രീതിയിൽ പറഞ്ഞ അത്ലറ്റിക്കോ മാഡ്രിഡ് വേഴ്സസ് ബയൺ ആയിരിക്കും. അതിൽ അത്ലറ്റിക്കോ ജയിക്കുകയും ചെയ്യും. അതെ, അങ്ങനെ ആയിരിക്കും മിക്കവാറും മാച്ച് വരുന്നത്. പിന്നെ ആർസണലിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇപ്പൊ പ്രീമിയർ ലീഗിൽ എവിടെ കടന്നോലാണ്. അതെ, ഇപ്പൊ അവരും ഡിസേർവ്ഡ് ആണ്. അത് ഡിസേർവ്ഡ് ആണ് എല്ലാവരും. സത്യം പറഞ്ഞാൽ എല്ലാവരും ഡിസേർവ്ഡ് ആണ്. ആര്യക്കാനും ഒരു കപ്പ് വേണം. അപ്പൊ അപ്പുറത്ത് നോക്കുകയാണെങ്കിൽ PSG കഴിഞ്ഞ പ്രാവശ്യം അടിച്ചു. അതെ, PSG മാത്രമുള്ള ഒരു ഇളവുള്ളൂ, ബാക്കി എല്ലാവർക്കും ഒരു കപ്പ് എന്നുള്ള പദ്ധതി നടക്കുന്നുണ്ട്. എല്ലാവരും ഡിസേർവ്ഡ് ആണ്. ആരെങ്കിലൊക്കെ അടിക്കട്ടെ, നമ്മളിനി വെറുതെ കച്ചറ ഉണ്ടാക്കണ്ട, കാരണം നമുക്ക് എന്തായാലും കിട്ടിയില്ല. അതെ, ആരെങ്കിലൊക്കെ അടിക്കട്ടെ. അതെ, ഓക്കെ. ഹലാ മട്ടൻ ഒരു കപ്പില്ല കേട്ടോ, മറക്കണ്ട. 15